നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത് ഗഡു അക്കൗണ്ടുകളിലേക്ക് കൈമാറി. രാജ്യത്തെ 10 കോടിയോളം വരുന്ന കർഷകർക്കാണ് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. സംസ്ഥാനത്താണെങ്കിൽ 27 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഈ ഒരു തുക കൈപ്പറ്റുന്നത്. 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ അർഹരായ ഭൂ ഉടമസ്ഥരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിമാസം 6000 രൂപയാണ് നൽകുന്നത്. 3 തുല്യ ഗഡുക്കളായി 2000 രൂപ വെച്ച് ഈ ഒരു തുക വിതരണം ചെയ്യുന്നു. 22ാം ഗഡു മാർച്ച് 13-നാണ് വിതരണം ചെയ്തത്. ഇപ്പോൾ 20-ാം തീയതിയോടെ ഈ ഒരു 23ാം ഗഡുവും ഗുണഭോക്താക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിൽ നിന്നാണ് ഈ ഒരു ഗഡു വിതരണത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. എല്ലാ ഗുണഭോക്താക്കളും KYC നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കൂടാതെ ആധാർ വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ടുമായി ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ പരിശോധിക്കണം. നിർബന്ധിത പരിശോധനകൾ പൂർത്തിയാക്കാത്തവർക്ക് തുക ലഭിക്കുന്നതിൽ താൽക്കാലിക തടസ്സം നേരിടാനും സാധ്യതയുണ്ട്. PM കിസാൻ പോർട്ടലിൽ ഗുണഭോക്തൃ സ്ഥിതി പരിശോധിക്കുകയും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കുകയും ഗുണഭോക്തൃ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്യണം. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതായത് DBT സംവിധാനത്തിലൂടെ നൽകുന്ന ഒരു പദ്ധതികളിലൊന്നാണ് PM കിസാൻ. ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ വരുമാനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ദൈനംദിന ചെലവുകൾ, വിത്ത് വാങ്ങൽ, വളം, മറ്റ് കാർഷിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് സാമ്പത്തിക പിന്തുണ നൽകുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ കർഷകർ ഇത്തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ, അതായത് കർഷകർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് പുതിയ അഗ്രിസ്റ്റാക്ക് കർഷക ID കൂടി എടുക്കേണ്ടതുണ്ട്. വ്യാജ അക്കൗണ്ടുകൾ ഒഴിവാക്കാൻ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന ഈ ഒരു പദ്ധതി 2026 മെയ് 30-ന് മുൻപ് കർഷകർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ട സമയപരിധി കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ കർഷകരും കേരള ഫാർമർ രജിസ്ട്രി പോർട്ടൽ വഴി എത്രയും വേഗം ഈ ഒരു നടപടി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ കർഷക ID സ്വന്തമാക്കാൻ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ കർഷകർ തങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, കൃഷിഭൂമിയുടെ ഏറ്റവും പുതിയ നികുതി അടച്ച രസീത് അല്ലെങ്കിൽ ആധാരം എന്നിവ കയ്യിൽ കരുതേണ്ടതാണ്. പണം അക്കൗണ്ടിൽ നേരിട്ടെത്താത്തവർ KYC, ലാൻഡ് സീഡിംഗ്, ആധാർ, ബാങ്ക് ലിങ്കിങ് എന്നിവയും നിർബന്ധമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കണം. അതേസമയം ഉയർന്ന പെൻഷൻ വാങ്ങുന്നവർ, സർക്കാർ ജീവനക്കാർ, ആദായ നികുതി അടയ്ക്കുന്നവർ, പ്രൊഫഷണലുകൾ എന്നിവർക്ക് ഒരേ റേഷൻ കാർഡിൽ നിന്നും ഒന്നിലധികം പേര് അപേക്ഷിക്കുന്നവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കർഷകർക്ക് തങ്ങളുടെ നിലവിലെ യോഗ്യതാ സ്റ്റാറ്റസ് pmkisan.government.in എന്ന വെബ്സൈറ്റിലെ നോൺ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്ക് വഴി പരിശോധിക്കാൻ സാധിക്കും.